നമസ്കാരം. കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചാ വിഷയം ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ്റെ മകൻ പ്രശാന്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആശ്രിത നിയമനം. ഈ KK രാമചന്ദ്രൻ്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ പണയ വായ്പ തിരിച്ചടയ്ക്കാനും അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ വായ്പ തിരിച്ചടയ്ക്കാനും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകി. ഇതു സംബന്ധിച്ചായിരുന്നു RS ശശികുമാർ ലോകായുക്തയിൽ ഹർജി നൽകിയത്. അതിനെ സംബന്ധിച്ചുള്ള വാർത്ത ചെയ്തതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ഒക്ടോബർ 24-ാം തീയതി DNA ന്യൂസിൻ്റെ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്തത്. ഇന്ന് ഈ രാമചന്ദ്രൻ്റെ മകൻ പ്രശാന്തിൻ്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഇപ്പോഴൊക്കെയാണ് നമുക്ക് ഈ കോടതിയിൽ ഒരു വിശ്വാസം തോന്നിപ്പോകുന്നത്. ചിലപ്പോൾ നിരാശയാണ് ഈ കോടതികളുടെ ചില വിധികൾ കാണുമ്പോൾ. ഇപ്പോൾ ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള വിധികളെക്കുറിച്ച് ഓർക്കുമ്പോൾ കോടതിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ഇത്തരം ചില സന്ദർഭങ്ങളിൽ കോടതി മാത്രമേ നമ്മൾ സാധാരണ പൗരന്മാർക്ക് ആശ്രയമുള്ളൂ എന്നൊരു തോന്നലുണ്ടാവുകയും. അതെ, അത് കോടതി മാത്രമേ ഉള്ളൂ. നമുക്കത് അല്ലാതെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ്, അതായത് നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് ജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെൻറ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും സുമേഷേ, ഇത് സുപ്രീം കോടതിയിലെ ഒരു അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ തിരിച്ചടി എന്നൊക്കെ നിരന്തരം അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ അടിക്കുന്നു, മാധ്യമങ്ങൾ അടിക്കുന്നു, ഹൈക്കോടതികളും കീഴ്ക്കോടതികളും അടിക്കുന്നു. എന്നാലും ഈ പറയുന്ന എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകില്ല എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ്റെ സർക്കാരിന്റെ ഭരണം. അതെ, ആ അടി കിട്ടിയാൽ അത് അടി കിട്ടിയതാണെന്നും ജനങ്ങളുടെ മുന്നിൽ അതൊരു ചെറിയ ഉളുപ്പുണ്ടെന്നും തോന്നണ്ടേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ചേട്ടനെ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഒരാൾ വെറുതെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു തെറി വിളിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പിടിച്ചൊന്ന് ഉന്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ആത്മാഭിമാനമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ഒന്നുകിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ നിയമപരമായിട്ട് പോകും, അല്ലേ? ഇത് പിന്നെ നാണമില്ലല്ലോ. അതാണ് ഈ നാണം എന്ന് പറയുന്ന ഒരു വികാരം എന്താണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വിമർശനങ്ങളും തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയും. ഈ ആല് കുരുത്താൽ അതും ഒരു തണല്, നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കുരുത്താൽ അതും ഒരു തണല് എന്ന മട്ടിലാണ് ഇവരുടെ പലരുടെയും പോകും. എന്തായാലും ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി, അതായത് ഈ R പ്രശാന്തിനെ ഒരു തസ്തിക ഉണ്ടാക്കിയിട്ടാണ്, തസ്തിക സൃഷ്ടിച്ചെടുത്ത് പറഞ്ഞത്. അതിനു വേണ്ടിയുള്ള ന്യായീകരണമായി പറഞ്ഞത് സർക്കാരിന് അതിനുള്ള പ്രത്യേക അധികാരമുണ്ട്. എന്നാൽ ഇന്ന് കോടതി പറഞ്ഞത് ആ പ്രത്യേക അധികാരം ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ല. അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ ആ വാക്ക് തെമ്മാടിത്തരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ചട്ടമില്ല. ഇതെന്ത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്, എന്ത് മാനദണ്ഡം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഏത് നിയമം അനുസരിച്ചാണ് ചെയ്തത്? ഇങ്ങനൊരു നിയമം സുപ്രീം കോടതി വളരെയധികം പരിശോധിച്ചു. ഇപ്പം ഇങ്ങനൊരു ഗവൺമെൻറ് ധൈര്യമായിട്ടൊരു കേസ് ചെയ്യുമ്പോൾ, ഒരു നിയമനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് സംശയം വരും. അപ്പം അവർ ഇത്രയും ധൈര്യമായിട്ട് ചെയ്തിരിക്കുകയാണല്ലോ, നിയമനം കൊടുത്തിരിക്കുകയാണല്ലോ, അപ്പോൾ നിയമത്തിൻ്റെ പഴുത് ഉണ്ടായിരിക്കും. സുപ്രീം കോടതിക്ക് സംശയം വന്നു സ്വാഭാവികമായിട്ടും. കാരണം ഇത്രയും ധൈര്യമായിട്ട് ഈ ചട്ടം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ, നിയമം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി ഒരു സബോർഡിനേറ്റ് സർവീസ് റൂൾ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. ആ റൂളിൽ 39-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ നിയമനം നടത്തുന്നത്. പക്ഷേ ആ ചട്ടമൊക്കെ ഈ സുപ്രീം കോടതി കീറി പരിശോധിച്ചിട്ട് സുപ്രീം കോടതി ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ഗവൺമെൻറ് എന്തോന്ന് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഇതെന്ത് നിയമനമാണ് നടത്തിയിരിക്കുന്നത്? ഒരു MLA മരിച്ചു കഴിഞ്ഞാൽ ആ MLA മകന് ആശ്രിത നിയമനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, MLA എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരനല്ല എന്ന് സുപ്രീം കോടതി ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ സുപ്രീം കോടതി ആ നിയമം പരിശോധിച്ചു, സർക്കാർ ജീവനക്കാരനാണോ എന്ന നിയമവും പരിശോധിച്ചു, ഈ സബോർഡിനേറ്റ് സർവീസ് റൂൾ എന്ന് പറയുന്ന നിയമവും പരിശോധിച്ചു. ഇതെല്ലാം നോക്കിയിട്ടാണ് സുപ്രീം കോടതി കണ്ണ് തള്ളിപ്പോയി, അന്തം വിട്ടു. ഇതെന്തോന്ന് ഗവൺമെൻറ് ഇങ്ങനെ പച്ചയ്ക്ക് പട്ടാപ്പകല് മോഷ്ടിക്കുന്നത് പോലെ പച്ചയ്ക്ക് ഇങ്ങനെ ചട്ടലംഘനം. അപ്പോൾ ഈ പട്ടാപ്പകൽ മോഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇന്നലെ കണ്ണൂരിൽ വളപട്ടണത്ത് ഒരു അയൽക്കാരൻ ലിജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 267 പവനും 1,24,42,000 രൂപയും മോഷ്ടിച്ചൊരു കാര്യമാണ്. അപ്പം സ്വന്തം അയൽക്കാരനായിട്ടിരുന്നിട്ട് പോലും അതാണ് അവസ്ഥ. അല്ല, അത് ആള് തന്ത്രശാലൻ. അതുപോലെ തന്ത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൻ്റെ നിയമങ്ങളും നമ്മുടെ നാട് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ മാൻഡേറ്റ് കൊടുത്ത് ജനങ്ങൾ അവരെ അധികാരത്തിൽ കയറ്റിയത് ഒരു വിശ്വാസത്തിലാണ്.
ഇവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്യും, നമുക്ക് വേണ്ടി ചെയ്യും, നമുക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ നമ്മുടെ നിയമങ്ങൾ, നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ അവർ പരിപാലിക്കും, ആ നിയമം അനുസരിച്ച് അവർ പോകും. ഇതൊക്കെയാണ് ജനങ്ങളെ വിശ്വാസം. അങ്ങനെ ഒരിക്കലും CPM-കാരുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത്, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന സഖാവ് VS അച്യുതാനന്ദൻ വരെ ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ അപ്പം അദ്ദേഹം ആദ്യമായി സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നൊരു ചിത്രം മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. കാറിന്റെ പുറകെ സീറ്റിൽ ഇങ്ങനെ പമ്മിയിരിക്കുന്ന ഒരു ചിത്രമാണ്. അതിൽ ഇത്രയും വാഹനങ്ങളുടെ പിന്നിൽ ആ ഊഴം കാത്ത് കിടക്കുകയാണ്. പിന്നീടല്ലേ മനസ്സിലായത് എന്താണ് എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. 43 വാഹനങ്ങൾ, 45 വാഹനങ്ങൾ, ഒരു ആംബുലൻസും പിന്നെ വേണ്ടപ്പെട്ട പോട്ടെ. നമ്മളിപ്പോൾ നമുക്ക് സുപ്രീം കോടതി കാര്യങ്ങൾ അത് വേറൊരു കാര്യമുണ്ട്. അത് തീർച്ചയായിട്ടും കാരണം ലക്ഷക്കണക്കിന് അനധികൃത നിയമനങ്ങളാണ് ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തസ്തികൾ ഉണ്ടാക്കിയും ഉള്ള തസ്തികളിൽ തിരികെ കയറ്റിയുമാണ് ഇത്തരക്കാരെ നിയമിച്ചിരിക്കുന്നത്. അത് പാർട്ടിയോട് അനുഭവമുള്ള ആൾക്കാരെ. ഇതിൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് അംഗമായ നിഷ സോമൻ തെറ്റേലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതിലവർ പറയുന്നത് 1,80,500 അനധികൃത നിയമനങ്ങൾ കേരളത്തിൽ പല വകുപ്പുകളിൽ ഉണ്ടായെന്നാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അവരെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി അത്തരത്തിലൊരു പോസ്റ്റ് ഇടണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരം അത് സംബന്ധിച്ചുണ്ടായിരിക്കണം. അപ്പോൾ 1,80,500 പേർക്ക് നിയമനം കൊടുക്കുമ്പോൾ ആ 1,80,500 പേരുടെ ആശ്രിതരായിട്ട് അയാൾ ഉൾപ്പെടെ 4 പേരെ കൂട്ടിക്കോളൂ. ആവറേജ് 4 വീട്ടിൽ 4 പേര്. അപ്പോൾ എത്ര 7 ലക്ഷത്തിലധികം വോട്ട്. മാത്രമല്ല പിന്നീട് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്നവര്, അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ എല്ലാം കൂടെ ചേരുമ്പോഴേ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക. അത് രാഷ്ട്രീയത്തിന്റെ ഒരു കളിയാണ്. ഒരു മര്യാദ വേണ്ടേ? ഒരു ചട്ടം, നമ്മുടെ നാട്ടിൽ ചട്ടം ഉണ്ടെന്നുണ്ടല്ലോ. എന്തായാലും സുപ്രീം കോടതി, പക്ഷേ ഇതിനകത്തുള്ളത് സുപ്രീം കോടതി എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ പോയതാണ്. അതായത് അനധികൃത ഒരു തസ്തിക പൊതുമരാമത്ത് വകുപ്പിൽ ഉണ്ടാക്കി കെ രാമേന്ദ്രന്റെ മകൻ പ്രശാന്തിനെ അവിടെ നിയമിച്ചു, ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തു. അതിനുശേഷം കോഴിക്കോട് സ്വദേശിയായ അശോകൻ എന്നൊരു വ്യക്തി ഇത് സംബന്ധിച്ച് കേസിന് പോയപ്പോൾ ഈ കേസ് നടത്താൻ വേണ്ടി മാത്രം നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചു. സുപ്രീം കോടതിയിൽ നിന്ന് പോലും വിലപിടിപ്പുള്ള അഭിഭാഷകർ വന്ന് ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് വാദമുണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടി രൂപയാണ് ഈ ഒരു കേസ് നടത്താൻ വേണ്ടി മാത്രം നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് ചെലവായത് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അതോടൊപ്പം തന്നെ ഇയാൾക്ക് കൊടുത്ത ശമ്പളവും മറ്റാനുകൂല്യങ്ങളും. ഇന്നിപ്പോൾ അയാള് യാചിച്ചിരിക്കുകയാണ് കോടതിയോട്, അതായത് എന്റെ ശമ്പളം തിരിച്ചു പിടിക്കരുത്. അയാളല്ല, ഹർജിക്കാരൻ തന്നെ പറഞ്ഞു. ഹർജിക്കാരൻ ഹർജി കൊടുത്തു. അല്ല, അതായത് പ്രശാന്ത് കോടതിയോട് ആവശ്യപ്പെട്ടത് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. കോടതി അത് അംഗീകരിച്ചു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നാലും ഒരു സാധാരണ മലയാളി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് കൊണ്ടുപോയി തിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടവിരുദ്ധമായിട്ട് ജോലി വാങ്ങി ഇത്രയും നാൾ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി. ഈ ശമ്പളം വാങ്ങിയിട്ട് അതിവിടുത്തെ സാധാരണ മീൻ വിറ്റും ഓട്ടോറിക്ഷ ഓടിച്ചും കൽപ്പണി ചെയ്തും മുടിവെട്ടിയും ഒക്കെ ജീവിക്കുന്ന സാധാരണക്കാരന്റെ വിയർപ്പിന്റെ അംശമാണ്. കൊണ്ടുപോയി തിന്ന്, പ്രശ്നമില്ല. കാരണം സാധാരണക്കാരൻ ഇപ്പോഴും അധ്വാനിച്ച് ജീവിച്ചാലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. അവർ അധ്വാനിച്ച് തന്നെ ജീവിക്കും. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇതേ കണക്ക് ആൾക്കാരുടെ വിയർപ്പ് നക്കി ജീവിക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഒന്നുമില്ല, കൊണ്ടുപോയി തിന്ന് എന്ന് മാത്രമേ പറയാൻ. അല്ല, യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് സുമേഷ് പറയുന്നത് കൊണ്ടുപോയി തിന്നുന്നതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അത് തന്നെ എനിക്കും പറയണം. പക്ഷെ പറയുന്നതോടൊപ്പം അല്പമെങ്കിലും ഒരു ഈ ഇവിടെയൊക്കെ മീശ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പ്രശാന്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ചട്ടവിരുദ്ധമാണ് നിങ്ങൾ ഇത്രയും കാലം 2018 മുതലാണ്, 2018 മുതൽ 2024 വർഷം, എത്ര വർഷം എത്ര രൂപ ശമ്പളം ഇരിക്കുന്നു, ആനുകൂല്യങ്ങൾ പറ്റിയിരിക്കുന്നു. ആ അത് ലക്ഷങ്ങളാണോ എത്ര ആയിക്കോട്ടെ, അത് മാന്യത ഉണ്ടെങ്കിൽ, കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ പറഞ്ഞ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളൊക്കെ നൽകുന്ന പണമാണ്. അത് ഞാൻ അനധികൃതമായിട്ട് യാതൊരു സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എൻ്റെ നിയമനം തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് മാന്യത ഉണ്ടെങ്കിൽ, മാന്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മൂക്കിൻ്റെ താഴെ അല്പം മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് തിരിച്ചടച്ച് മര്യാദ കാണിക്കും. അങ്ങനെ ഒരു മാന്യതയും മനുഷ്യത്വവും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പണിക്ക് നിന്നത്. 2018 മുതൽ 2024 വരെയുള്ള 6 വർഷങ്ങൾ, ഈ 6 വർഷം ആകുമ്പോൾ 72 മാസങ്ങൾ,
72 മാസങ്ങൾക്ക് 60 മാസം, ഈ 72 മാസം ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം വെച്ച് കൂട്ടിയാൽ പോലും പിന്നെ 1 ലക്ഷമല്ല, അദ്ദേഹത്തിന്റെ ശമ്പളം അതിലും കൂടുതൽ 72 ലക്ഷം രൂപയായി. മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം കൂടി ചേർക്കുമ്പോൾ 1 കോടി രൂപയ്ക്ക് പുറത്താണ് ഈ കണക്കെഴുതുന്നത്. അദ്ദേഹത്തിന്റെ പിതാവാണ് ഈ പറയുന്ന ചെങ്ങന്നൂർ MLA. അയാൾ എന്താണ് ചെയ്തത് നാടിന് വേണ്ടി? അദ്ദേഹത്തിന്റെ കാർ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കുന്നു. അദ്ദേഹം സ്വർണം പണയം വെച്ചിരുന്നു. ആ സ്വർണം തിരിച്ചെടുക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കുന്നു. പാത്തുമ്മമാർ ആടിനെ വിറ്റും കൊച്ചു ചെറുക്കന്മാരെ കുടുക്ക തല്ലിപ്പൊട്ടിച്ചും സൈക്കിൾ വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ കൊടുത്തുമൊക്കെയാണ് ഈ പറയുന്ന പാവപ്പെട്ട ബീഡി തൊഴിലാളി ജനാർദ്ദനെ പോലെയുള്ളവർ കൊടുത്ത പൈസയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ളത്. അല്ലാതെ ഇവർ കമ്മട്ടം വെച്ച് AKG സെന്ററിൽ അടിക്കുന്നതല്ല. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 2 ശ്വാസം അധികം വിട്ടു, അതുകൊണ്ട് റെയ്ഡ് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുന്ന, അതായത് സർക്കാരിന്റെ അഴിമതികളെയും ധൂർത്തുകളെയും ചൂണ്ടിക്കാണിക്കാനേ പാടില്ല. ഇവിടെ സുമേഷ് മറ്റൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ തരുണത്തിൽ, അതായത് ഈ പറയുന്ന ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്താണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഈ കേസിൽ, ലോകായുക്തയിൽ കൊടുത്ത കേസിൽ ഈ ചട്ടവിരുദ്ധ നിയമനവും പരാമർശമുണ്ട്. എന്നിട്ട് അന്ന് ലോകായുക്ത പറഞ്ഞത് ഇത് ഇന്ന് സർക്കാർ സുപ്രീം കോടതി പറഞ്ഞ അതേ വാദമാണ് ഇന്ന് കേരള ലോകായുക്ത എന്ന് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ പറഞ്ഞ് ഇത് മന്ത്രിസഭയ്ക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ്. അതുകൊണ്ട് അതിന് സുപ്രീം കോടതി ഇടപെടരുത്, സുപ്രീം കോടതി ഇടപെട്ട് അതിനെ റദ്ദാക്കരുത്, ഞങ്ങൾ മന്ത്രിസഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ലോകായുക്ത അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ലോകായുക്ത മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ സർക്കാരിനെ വിനീത വിധേയരായി നാണം കെട്ട് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലോകായുക്തയെ കണ്ടത്. ലോകായുക്തയെ കുറിച്ചൊന്നും പറയണ്ട, കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി വരുമ്പോൾ ലോകായുക്ത എന്ത് മറുപടി പറയില്ല. അറിയില്ല. പക്ഷേ കേരളത്തിലെ ജനത്തിന് അറിയാം, ഇത്ര ഗതികെട്ട ഒരു ലോകായുക്താണല്ലോ നമ്മുടെ നാട്ടിലുള്ളതെന്ന്. അഴിമതിക്കെതിരായി പിന്നെ ഇടപെടാൻ വേണ്ടി അധികാരമുള്ള ഒരു പിന്നെ കോടതി അധികാരമുള്ളതാണ് ഈ ലോകായുക്ത എന്ന് പറഞ്ഞത്. അഴിമതിക്കെതിരായിട്ടാണ് അത് ഉണ്ടാക്കിയത്. അല്ല, ഇവിടെ എന്നിട്ട് ഈ കോടതി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ ജഡ്ജിമാർ വാങ്ങിച്ച ശമ്പളവും കാർ അലവൻസും വീട് അലവൻസും ബക്കറ്റ് പിന്നെ കക്കൂസിൽ വാങ്ങിക്കുന്ന കപ്പിന്റെ പണവും ഒക്കെ ബില്ല് കൊടുത്തവർ വാങ്ങിക്കുന്നുണ്ട്. അവർക്കെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? ഉളുപ്പില്ലാത്ത സുപ്രീം കോടതി വിധി വരുമ്പോൾ ഉളുപ്പില്ലാത്തതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്. അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. അതായത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ താങ്ങി നിൽക്കുന്ന എല്ലാവരെയും വിരമിച്ച ശേഷവും പല സ്ഥാനങ്ങളിൽ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. KM എബ്രഹാം, ലോക്നാഥ് ബെഹ്റ, അങ്ങനെ നിരവധി പേർ, B സന്ധ്യ, അങ്ങനെ നിരവധി പേർ ഇപ്പോഴും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കൊണ്ട് വിരമിച്ച ശേഷവും പല സ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. എന്നാൽ പിണറായി വിജയനെയും സർക്കാരിനെയും എതിർത്ത TP സെൻകുമാറിൻ്റെയും ജേക്കബ് തോമസിൻ്റെയും അവസ്ഥ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും ഒരു നല്ല പ്രവണതയല്ല. ഒരു നാടിനെയും ഒരു സമൂഹത്തെയും മുഴുവൻ നശിപ്പിക്കുന്ന ഒരു എന്താണ് സാംക്രമിക രോഗമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ആ സാംക്രമിക രോഗം ഇപ്പോൾ കേരളത്തിലാണ് അധികമായി രാജ്യത്ത് കണ്ടുവരുന്നത്. പക്ഷേ ആ സാംക്രമിക രോഗത്തെ വെളിയിട നിർമ്മാർജ്ജനം പോലെ, പ്ലേഗ് പോലെ, കോവിഡ് പോലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് കമ്മ്യൂണിസം. അതിൻ്റെ സൂചനകൾ അത് കേരളത്തിൽ കണ്ടു തുടങ്ങി. അതാണ് കൊഴിഞ്ഞാമ്പാറയിലും കരുനാഗപ്പള്ളിയിലും ഒക്കെ കണ്ടത്. എന്തായാലും മംഗലാപുരത്തുമൊക്കെ കണ്ടത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഈ വിധി നാണം കെട്ട് ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറയുന്ന KK രാമചന്ദ്രൻ്റെ മകൻ പടിയിറങ്ങുമ്പോൾ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമാണ്. കോടതിയിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. ഇനിയും ഇത്തരം വിധികൾ ഉണ്ടാകട്ടെ. കാരണം അതുണ്ടാവും സുമേഷ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ആ ഗവൺമെന്റ് എല്ലാ പവറും, പിണറായി വിജയൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ട് ഒരാളിന് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പൊതുതാൽപര്യ ഹർജി പോകാൻ ധൈര്യമുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലം കഴിയുമ്പോഴേക്കും ഈ ഗവൺമെന്റ് ചെയ്ത ചെയ്തികൾക്കെതിരായിട്ടുള്ള ഒരു ഹർജി പ്രളയമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോഴൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ, കൂടെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഇവന്മാരെല്ലാം മറുപടി രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പൊതുജനങ്ങളോട് പറയാൻ. കാരണം പൊതുജനങ്ങളോട് പറയാൻ നമ്മളെ ദ്രോഹിക്കുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ച് അവരെ ഒരുപാട് ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുണ്ട്, പോലീസിൽ ഉൾപ്പെടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരിക്കലും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഒന്നും കേസ് നടത്താനുള്ള ത്രാണി നമുക്കില്ല, പാവപ്പെട്ടവർക്കില്ല. പക്ഷേ ആരാണോ ചെയ്യുന്നത് അവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം.
എന്നാൽ മാത്രമേ ഇതിനൊരു അറുതി വരുള്ളൂ. കാരണം പെൻഷൻ പറ്റിയതിന് ശേഷം ഒരുപാട് കണക്കുകൂട്ടൽ കാണും. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് എനിക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം. 10 പൈസ കിട്ടാതെ ഈ പറയുന്നത് പോലെ ചൊറിയും കുത്തി കടവരാൻ വെച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം. അത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. കാരണം എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടാനോ അല്ലെങ്കിൽ അധികാരം കൈയാളാനോ ഒന്നും കഴിയില്ല. ഈ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വർഗമുണ്ട്. അവരെന്ത് ചെയ്യും? ഈ സാധാരണക്കാരായി അധ്വാനിച്ച് ജീവിക്കുന്ന ഇവരെ പോലെയുള്ളവരെ തീറ്റിപ്പോറ്റുന്ന, പിഴകളും നികുതികളും നൽകി ഇവരെ പോലെയുള്ളവരെ തീറ്റിപ്പോറ്റുന്ന ഒരു പാവം ജനതയുണ്ട് ഇവിടെ. അവർക്ക് ആശ്വാസമാവട്ടെ. അത് ചെയ്യണം. ഇവനൊക്കെ പെൻഷൻ വാങ്ങാതെ തെക്ക് വടക്ക് നടക്കണം. എന്നാൽ മാത്രമേ ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പാഠമാകൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മളിപ്പോൾ കുറേ ഇടവേളയ്ക്ക് ശേഷം വരികയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ആ ഒരു പ്രതിസന്ധി ഘട്ടം ചേട്ടനും അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് നടന്ന ഒരു റെയ്ഡും പ്രത്യേകിച്ച് ആ ഷിബു എന്ന് പറയുന്ന ഗ്രേഡ് SIയുടെ ഒരു പെരുമാറ്റം നിങ്ങളും അനുഭവിച്ചതാണ്, മറ്റുള്ളവരെ നമ്മൾ പറയുന്നത്. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ഒരുപാട് പിന്തുണ അറിയിച്ചിരുന്നു. ഈ പിന്തുണ അറിയിച്ചപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കുറേ നാളുകൾക്ക് ശേഷം മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ വന്ന് വീഡിയോ ചെയ്തപ്പോൾ കുറേ പേരുടെ പേര് വിട്ടുപോയി. പക്ഷേ ഇനി അതിൻ്റെ പേരിലൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ജാമിദ ടീച്ചറുടെ വീഡിയോകളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു പരിചയമില്ല ജാമിദ ടീച്ചർ വിളിച്ചിരുന്നു. വേറൊന്നുമില്ല, അവർ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു പിന്തുണ, അതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ബൈജു ചാണക്യ ന്യൂസിലെ ബൈജു ചേട്ടൻ, പുള്ളിക്കാരൻ വിളിച്ചിരുന്നു. പിന്നെ അതുപോലെ ഷൈനി മധുസൂദൻ എന്ന് പറഞ്ഞിട്ട് UK വീഡിയോ ഇടാറുണ്ട്. അമ്മേടത്തിൻ്റെ വീഡിയോ തന്നെ നമ്മളൊരു പലപ്പോഴും എടുത്ത് വീഡിയോകളാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. കാരണം ഞാനിതിപ്പോൾ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ആരുടെ നിന്നും ഒരുപാട് പേര് സാമ്പത്തിക സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആകെ ഞാൻ ഈ ഒരു 4 വ്യക്തികളിൽ നിന്ന് മാത്രമാണ് മടക്കി കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ വാങ്ങിച്ചത്. വേറെ ഒരു വ്യക്തികളിൽ നിന്നും. കാരണം നമുക്ക് വേണ്ടി ഈ മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ചാനലുകൾ വീഡിയോ ചെയ്തപ്പോൾ ചില കുബുദ്ധികൾ, ചില കുതന്ത്രക്കാരികൾ ചെന്ന് അവരോടൊക്കെ അതായത് മോശമായിട്ട്, അതായത് എന്തിന് വീഡിയോ ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഇതൊക്കെ പല ഞാൻ കാര്യമല്ല പറഞ്ഞത്, മറ്റു പല ആൾക്കാരോടും ചെന്ന് ചോദിക്കുന്നുണ്ടായി. പക്ഷെ അവരോടൊന്നും മറുപടി പറയാൻ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ആരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളൊന്നും കൈപ്പറ്റിയിട്ടില്ല. ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരിടത്തും ജോലി നേടിയിട്ടില്ല. ആരെയും ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടില്ല. ഒരു തെറ്റായ രീതിയിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതും കടം വാങ്ങി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് എനിക്കിപ്പോൾ ചിലരൊക്കെ സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഈ സഹായ വാഗ്ദാനം ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാനിത് നിരസിക്കുന്നത് എൻ്റെ അഹങ്കാരം കൊണ്ടല്ല. പക്ഷേ അങ്ങനെ എനിക്ക് അത്തരം നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ ഈ സാമ്പത്തിക സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷേ എനിക്കതൊന്നും ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് പലർക്കും ഓരോ സ്ഥാപനങ്ങളുണ്ടാവും. ഈ ചിലർക്കൊക്കെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ചെറിയൊരു പരസ്യം തന്ന് ഞങ്ങൾക്കൊരു പിന്തുണ നൽകുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ സാമ്പത്തിക സഹായം ഞങ്ങൾ ആരിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി അത്തരത്തിലൊരു പ്രചരണം ഭാവിയിൽ ഉണ്ടായേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിത് മുൻകൂർ പറയുന്നത്. കാരണം ചില മനുഷ്യർ അങ്ങനെയാണല്ലോ, അവരെ കൊണ്ട് സമൂഹത്തിനോ കുടുംബത്തിനോ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഒരു ഉപയോഗമില്ലാത്ത, ഈ സമൂഹത്തിനും ലോകത്തിനും തന്നെ നാശകാരികളായി നടക്കുന്ന ചില മനുഷ്യരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ചില കുബുദ്ധികൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പറയുന്നത്. എന്തായാലും വീണ്ടും കാണാം മറ്റൊരു വിഷയത്തിലൂടെ നാളെ.